ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി വീണ്ടും അധികാരത്തിലേറുന്ന ഹേമന്ത് സോറൻ പ്രതികാരദാഹിയാണ്. ഗൂഢാലോചന നടത്തി തന്നെ 5 മാസം ജയിലിലടച്ച് BJPയെ ജാർഖണ്ഡിൽ നിന്ന് തുടച്ചു മാറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സോറൻ വീണ്ടും അധികാരത്തിലെത്തുന്നത് BJPക്ക് കനത്ത തിരിച്ചടിയാണ്. BJPയുടെ അന്ത്യം അടുത്തു കഴിഞ്ഞു. ജനങ്ങൾ BJPയെ വെറുതെ വിടില്ലെന്ന് ഹേമന്ത് സോറന്റെ വാക്കുകൾ പ്രതിപക്ഷ പോരാട്ടത്തിന് എണ്ണ പകർന്നിരിക്കുകയാണ്. സോറന്റെ ജാമ്യം ഇന്ത്യ സഖ്യത്തിന് ആത്മവിശ്വാസം ഉയർത്തി. ഒറ്റ നോട്ടത്തിൽ സോറൻ കുറ്റക്കാരനല്ലെന്ന കോടതിയുടെ നിരീക്ഷണം ഉയർത്തിക്കാട്ടി മോദി സർക്കാർ പ്രതിപക്ഷത്തെ വേട്ടയാടുകയാണെന്ന ആരോപണം ശക്തമാക്കുകയാണ് ഇന്ത്യ സഖ്യം. NDAയിലേക്ക് കൂറുമാറാനുള്ള സമ്മർദ്ദത്തിന് വഴങ്ങാത്തതിനെ തുടർന്നാണ് മോദി സർക്കാർ ഈ പ്രതികാര നടപടി സോറനെതിരെ നടത്തിയതെന്നാണ് ഇന്ത്യ സഖ്യം ആരോപിക്കുന്നത്. വ്യാജരേഖ ചമച്ച് 8.36 കോടി രൂപയുടെ ഭൂമി കൈക്കലാക്കിയെന്നതുൾപ്പെടെ 3 കേസുകളാണ് ED ഹേമന്ത് സോറനെതിരെ ചുമത്തിയിട്ടുള്ളത്. തുടർന്ന് ED കഴിഞ്ഞ ജനുവരിയിൽ 48-കാരനായ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തു. അതിന് തൊട്ടു മുൻപ് അദ്ദേഹം ജാർഖണ്ഡ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു. പുതിയ മുഖ്യമന്ത്രിയായി ചമ്പൈ സോറനെ പിന്തുണച്ചു. സോറൻ ജാമ്യം അനുവദിച്ചാൽ തെളിവ് നശിപ്പിക്കാനും സമാനമായ കുറ്റം ആവർത്തിക്കാനും സാധ്യതയുണ്ടെന്ന് ED വാദിച്ചു. പക്ഷേ അതെല്ലാം തള്ളിക്കൊണ്ടാണ് ഹേമന്ത് സോറന് ജാർഖണ്ഡ് ഹൈക്കോടതി ജഡ്ജി രംഗോൺ മുഖോപാധ്യായയുടെ ബെഞ്ച് ജാമ്യം അനുവദിച്ചത്. ഒറ്റ നോട്ടത്തിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തോന്നുന്നില്ലെന്ന് ബെഞ്ച് വിലയിരുത്തി. ഇത് പ്രതിപക്ഷത്തിന് ലഭിച്ച പ്രധാന ആയുധമാണ്. ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സോറനെ കേസിൽ കുടുക്കി അന്യായമായി ജയിലിലടച്ചുവെന്ന് ആരോപിച്ച് BJPയെ ആക്രമിക്കാനാണ് ഇന്ത്യ സഖ്യം മുതിരുന്നത്. ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ കക്ഷികളുടെ നേതാക്കളെല്ലാം സോറനെ പിന്തുണച്ച് രംഗത്തെത്തി. ഹേമന്ത് സോറൻ അടിയന്തരമായി പൊതുപ്രവർത്തനത്തിൽ സജീവമാകണമെന്നും BJPയുടെ കുടിലതന്ത്രങ്ങൾക്കെതിരെ പോരാടണമെന്നും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യപ്പെട്ടു. കെട്ടിച്ചമച്ച കേസിലൂടെ സോറനെ ജയിലിലടച്ച BJPക്ക് തിരിച്ചടി ലഭിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് RJD നേതാവ് തേജസ് യാദവ്. പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യത്തിന് ഫലമായാണ് ഹേമന്ത് സോറന് ജാമ്യം ലഭിച്ചതെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്തും പറഞ്ഞു. ഹേമന്ത് സോറന്റെ മോചനം ഇന്ത്യ സഖ്യത്തിന് കരുത്തു പകരുന്നുവെന്നും CPI ജനറൽ സെക്രട്ടറി D രാജ അഭിപ്രായപ്പെട്ടു. മോദി സർക്കാരിന്റെ പ്രതികാര നടപടിയാണ് സോറിനെതിരെ ഉണ്ടായതെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. സമാനമായ കേസിലാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതെന്നും അദ്ദേഹത്തിന് വൈകാതെ നീതി ലഭിക്കുമെന്നുമൊക്കെയാണ് പ്രതിപക്ഷ നേതാക്കളുടെ ആശ്വാസം. ഞങ്ങളുടെ കൂടുതൽ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക.